ഏത് കാലഘട്ടത്തിലാണ് ഡാറ്റ മോഷ്ടിക്കാത്തത്? ഇവർ സ്പ്രിങ്കിൾ വിഷയത്തിൽ നമുക്കറിയാമല്ലോ, ഇവർ മോഷ്ടിച്ചെത്തുന്ന കാര്യത്തിൽ ഒരൊറ്റ തർക്കമില്ല. കാരണം അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ഫേസ്ബുക്കിലൊക്കെ എഴുതുകയാണ്. ഈ സ്പ്രിങ്കിൾ വിഷയത്തിൽ തൊട്ട് ഡാറ്റ മോഷണം ഇവരുടെ ഒരു ശാസ്ത്രീയമായ കലയാണ്. അന്ന് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടത് മറ്റു പല കാരണം കൊണ്ടാണ്. എങ്ങനെയാണ് ഈ സ്പ്രിങ്കിളിന് അതിനുശേഷം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു $24 ബില്യൺ മില്യണോ ട്രില്യണോ വലിയൊരു കോൺട്രാക്ട് കിട്ടിയത് എങ്ങനെയാണ്, അതിന് എങ്ങനെയാണ് ശിവശങ്കർ നാൾ അതിൻ്റെ ആഡ് ഫിലിമിൽ അഭിനയിച്ചത്, ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഡാറ്റ മോഷണം വളരെ ശാസ്ത്രീയമായി CPM കാലാകാലങ്ങളെ ചെയ്യുന്നതാണ്. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ കേരള ബാങ്കിൻ്റെ അടക്കം അതുപോലെ മറ്റു പല വിഷയങ്ങളിലും, അതുപോലെ കിഫ്ബിയുടെ ഈ കേരള ഇവിടുത്തെ ചിട്ടി യുടെ കമ്പനി അതടക്കമുള്ള സകല ഡാറ്റകളും മോഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ദിനേശ് ഫുഡ്സിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയായിട്ടുള്ള കമ്പനിയാണ് ഇവരുടെയൊക്കെ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. അതിനൊക്കെ മാനിപ്പുലേറ്റഡ് ആണ്. അതുകൊണ്ട് കേരള ബാങ്കും അതുപോലെ തന്നെ സൊസൈറ്റികളും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പല കമ്പനികളിലും ഡാറ്റ ചോർച്ച നടക്കുന്നുണ്ട്. ഇവയെല്ലാം കൃത്യമായി തിരഞ്ഞെടുപ്പ് സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം കേരളത്തിന് പുറത്തുള്ള പല ബാങ്കുകൾക്കും പല മൾട്ടിനാഷണൽ കമ്പനികൾക്കും ഇവർ വെക്കുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പോലും എത്രത്തോളം ഈ സർക്കാരിൻ്റെ കീഴിൽ ആരോഗ്യപരമായ ഡാറ്റ ഈ സർക്കാരിൻ്റെ കീഴിൽ എത്രത്തോളം ശാസ്ത്രീയമായി അത് രൂപീകരിച്ചിട്ടുണ്ട്, അത് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെ ഖജനാവ് കൊള്ളയടിച്ചു, ബാങ്കുകൾ കൊള്ളയടിച്ചു, ക്ഷേത്രം കൊള്ളയടിച്ചു, ഇപ്പോൾ ഇത് ആ ഡാറ്റയും കൂടെ കൊള്ളയടിക്കുന്നു. പുറമെ ഒരു സാധനവും ഉണ്ടാവില്ല. ഈ സംസ്ഥാന സർക്കാർ ഈ ഭരണം വിട്ട് മാറുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റേതായി ഒന്നും ഉണ്ടാവില്ല. കടബാധ്യത അല്ലാണ്ട് ഏതാണ്ട് 6 ലക്ഷം കോടി കടമല്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.